ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇന്നിപ്പോൾ രാവിലെ തന്നെ കുട്ടികൾ ലീവുള്ള ദിവസമാണ് കേട്ടോ. അന്നേരം മാങ്ങയും ചീട്ടിയിട്ടുണ്ട്. അന്നേരം അത് വെച്ചൊരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്ന. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. മാങ്ങ ഇഞ്ചി എന്ന് പറയുന്ന സാധനം ഇതാണ് കേട്ടോ. മാങ്ങ ഇഞ്ചി കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി പോലെ തന്നെ ഉണ്ടാവും, ഇഞ്ചീനെ പോലെ തന്നെയാണ്, പക്ഷെ ഒരു മാങ്ങേൻ്റെ മണമൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. നമ്മളെ ഞാൻ ഈ സംഭവം തിന്നിട്ടുള്ളത് എങ്ങനെയാണ്, നമ്മളെ മിക്സർ ഫ്രൂട്ട് അച്ചാറില്ലേ, അതിൻ്റെ അകത്താണ് ഞാൻ ഈ സാധനം തിന്നിട്ടുള്ളത്. അല്ലാണ്ട് ഇതിൻ്റെതായ അച്ചാർ ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചതാണ് കേട്ടോ. വലിയ ഓർമ്മ വെച്ചതിന് ശേഷം കഴിച്ചിട്ടില്ല. പൊന്നൂസാണ് ഇതിപ്പോൾ ഇതിൻ്റെ പൂതിയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അന്നേരം എന്തായാലും പോയിട്ട് ഞാൻ ഇതിനെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കേട്ടോ. കുറച്ച് മണ്ണുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചുരണ്ടുമ്പോൾ മണ്ണാവും. അന്നേരം പുഴയിലേക്ക് പോവാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ചുരണ്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകണം. ഈ മണ്ണൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. മണം നല്ല മണമാണ് കേട്ടോ. നമ്മളെ ഇഞ്ചിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇവിടെ രണ്ടാൾക്കാർ വണ്ടിയിൽ ഇത് കോലം കണ്ടില്ല. രണ്ടും കൂടി ആ കുട്ടിയിലൊന്ന് വണ്ടിയിൽ ഇട്ടാ പോലെ അറിയുന്നില്ല. പൊന്നൂസിന് കുഞ്ഞാപ്പൂന്റെ സൈക്കിളാണ് കേട്ടോ. അത് നമ്മളെ ഈ ഇഞ്ചിനെക്കാട്ടിലും കുറച്ചും കൂടെ വേഗം വേഗം കനം കുറവാണ് കേട്ടോ. നല്ല മണ, എന്തോരം മണ, നല്ലൊരു രസമുള്ള മണം. മണം കാണുമ്പോ മണം വരുമ്പോ ഇങ്ങനെ കടിച്ചു തിന്നാൻ തോന്നുന്നൊരു മണം കേട്ടോ. നല്ലൊരു സുഗന്ധം തന്നെ, നല്ലൊരു അടിപൊളി മണം. മാങ്ങേന്റെ നല്ല നല്ല ടൈപ്പ് മാങ്ങ ഉണ്ടാവില്ലേ, ആ മാങ്ങേന്റെ ഒരു ചോന പൊട്ടിക്കുമ്പോ ഒരു മണം വരില്ലേ, അതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പർ മണം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എന്റെ അച്ചാറിടാൻ പോണത്. അത് യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്യാണ് ഇപ്പൊ. ഞാനിത് മുഴുവനായിട്ടും ചിരണ്ടി എടുക്കട്ടെ. അത് ചിരണ്ടി എടുക്കട്ടെ. ഇഞ്ചി ഇതാ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് ഉരച്ചിട്ട് നമ്മൾ ഉരക്കുന്ന സാധനമല്ലേ, അതിൻ്റെ അകത്ത് ഉരച്ചിട്ട് എടുക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാ 2 ഉണ്ട ഉണ്ടാവില്ല വെളുത്തുള്ളിൻ്റെ, അത് 2 എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ 4 പൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളീനെ വലിയ അല്ലിയായിരുന്നു, ഞാൻ 4 പൊളിയാക്കിയിട്ടുണ്ട് ഒരു വെളുത്തുള്ളീനെ. ആ വെളുത്തുള്ളി ഇതാ. പിന്നെ ഇതാ കുറച്ച് കരിവേപ്പിലുണ്ട്. കാരണം ഇനി നമുക്ക് ഈ ഇഞ്ചീനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇതിനകത്തൊരു പശ പോലെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ 2 പ്രാവശ്യം കഴുകിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകി ഊറ്റിയെടുക്കണം. അതിന് പാത്രം കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മളെ കുറച്ച് ഉപ്പിലിട്ട മുളകാണ് കേട്ടോ. അതായത് ഉപ്പിലിട്ട് വെച്ചിട്ട് കുറേ ആയി. കാരണം അത് ഈ അച്ചാറിലേക്ക് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. മുളക് നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. മുളകൊക്കെ ഇടുവോ? നല്ല ടേസ്റ്റ് അല്ല അച്ചാറിലിട്ട മുളക് തിന്നാൻ. ഇങ്ങനെയാകുമ്പോൾ തീറ്റ കുറവായിരിക്കുമല്ലോ. ഇങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല തിന്നാൻ. ബാറ്ററി ലോ ആയി. അന്നേരം മുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇതിനെ പോയിട്ട് ഒന്ന് കഴുകിയിട്ട് വരട്ടെ. പുഴയിലേക്ക് പോയിട്ട് ഞാൻ കഴുകിയിട്ട് വരാം. ഒഴിച്ചോ പോകും ഓട്ടയിൽ കൂടെ. കഴുകിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് അച്ചാർ പൊടി ഇട്ടിട്ടൊന്ന് തിരുമ്മി വെക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം അച്ചാർ ഇടുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അച്ചാർ ഇടുന്നുള്ളൂ. 6 സ്പൂൺ ഇടണം. 6 സ്പൂൺ. എനിക്ക് സ്പൂണ് കണക്കൊന്നുമില്ല, ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. ഇനി ബാക്കി നമുക്ക് അച്ചാർ ഇടുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇതിപ്പോൾ ഇടുക. വെക്കുമ്പോൾ കുറച്ചുകൂടി ഇടുക.
ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് നമുക്കൊന്ന് തിരിഞ്ഞു വെക്കാം. മതി. ഇനി നമുക്ക് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒരു അച്ചാർ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമുക്ക് അച്ചാറിലിടാം. എന്നിട്ട് ഇത് ഇവിടെ ഇരുന്നിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ. അതിലേക്ക് ലേശ പരിപാടികളുണ്ട്. ഇത് ഇവിടെ ഒന്ന് മൂടി വയ്ക്കാം. നേരെ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് അരിഞ്ഞു വെച്ചതൊക്കെ അവിടെ ഇരുന്നു. പിന്നെ എൻ്റെ കുളിയും പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അച്ചാറിടാൻ വേണ്ടി വന്നത്. നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഉലുവയും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നാലേ കാണുള്ളൂ. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചതായിരുന്നു. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഒരു ഉലുവയും കടുകും ഞാൻ പൊടിക്കാൻ ഉലുവയില്ല കേട്ടോ. ഉലുവ ഞാൻ മേടിക്കാൻ പറയാൻ മറന്നുപോയി, അതുകൊണ്ട് ഉലുവയില്ല. അതുകൊണ്ട് ഉലുവ പൊടിക്കണില്ല കേട്ടോ. ഉലുവ പൊടിച്ചിടാനില്ല. അതിന് കൊണ്ടുവന്നിട്ട് വേഗം ചൂടാക്കി പൊടിച്ചിടാൻ നേരം അച്ചാർ ഇടുമ്പോൾ ലേശം ഉലുവയും കടുകും കൂടെ വറുത്തൊന്ന് പൊടിക്കണം കേട്ടോ. പൊടിച്ചിട്ട് അതുകൂടെ ലേശം ഇട്ട് കൊടുക്കണം. എന്നാലാണ് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്തായാലും ഇപ്പം അതിൻ്റെ ഒരു കുറവുണ്ട്. കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പൊട്ടിത്തെറിക്കുന്നുണ്ട്. അന്നേരം ഒരുപാട് നല്ലോണം മൂക്കൊന്നും വേണ്ട കേട്ടോ. ഒന്നിങ്ങനെ മൂത്ത് വന്നാൽ മതി. അന്നേരം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒന്ന് വാങ്ങി വെക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഒന്ന് വാങ്ങി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മുളക് പൊടി. അല്ലെങ്കിൽ ചട്ടി ചൂടായി കിടക്കല്ലേ, പെട്ടെന്ന് കരിഞ്ഞു. നമുക്ക് ഗ്യാസാണെങ്കിൽ സിമ്മിലിടാൻ പറ്റുമോ? നമുക്ക് അടുപ്പത്തായതുകൊണ്ട് സിമ്മിലിടലൊന്നും നടക്കൂല. അതുകൊണ്ട് ഞാൻ വാങ്ങി വെച്ചിട്ട് ലേശം മുളക് പൊടിയും, എനിക്ക് സ്പൂണൊന്നും അളവുണ്ടാവില്ല കേട്ടോ, എനിക്ക് കൈയളവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ലേശം അച്ചാർ പൊടിയും കൂടെ. അച്ചാർ പൊടി നമ്മൾ ഓൾറെഡി കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. ചൂടാക്കിയപ്പോൾ ഒരു അച്ചാറിൻ്റെ മണം. കുറച്ച് അച്ചാർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നുകൂടെ അടുപ്പത്തേക്ക് വെക്കണ്ടേ, ഒന്ന് ചൂടാക്കി എടുക്കാം, ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറും വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. വേഗം റെഡിയാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഞാനും വിചാരിച്ചു ഇതിൻ്റെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും എന്നൊക്കെയാണ് കേട്ടോ ഞാനും വിചാരിച്ചത്. പക്ഷേ സംഭവം എളുപ്പമാണ് കേട്ടോ. നമ്മൾ സാധാ അച്ചാർ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അന്നേരം പൊടിയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയിഞ്ചി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മാങ്ങയിഞ്ചി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മളെ കാന്താരിമുളക്, ഉപ്പിലിട്ട കാന്താരിമുളകാണ്, അതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ അച്ചാർ പൊടിയാണ് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പിടണം. ഉപ്പിട്ടിട്ടില്ല. അന്നേരം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയളവാണ് കേട്ടോ. അന്നേരം വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അച്ചാറില്ല, അന്നേരം അത്യാവശ്യം ഉപ്പ് വേണം. ഇതിലേക്ക് നമ്മൾ ലേശം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു ഇതിന് വേണ്ടി. നമ്മൾ വിനാഗിരി ഒരുപാട് ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിക്കണം. അന്നേരം കുറച്ച് ഒഴിക്കണുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഒഴിക്കണില്ല. ഒരു 1/4 ഗ്ലാസോളം തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ. തണുത്ത വെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിക്കാൻ പാടുമോ. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നുപോയതാണ് കേട്ടോ. ഞാനൊന്ന് പൊട്ടിച്ചെടുത്തതാണ്, ഒന്ന് ചതച്ചെടുത്തിട്ട് ഒന്ന് വേഗം മലത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചതച്ചെടുത്തത്. ഇനിയിപ്പോൾ പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ആഡ് ചെയ്യാം, പിന്നെ വെള്ളം വേണ്ടവർക്ക് വെള്ളം. മധുരത്തിന് എങ്ങനെയാണ്, ഇനിയിപ്പോൾ മധുരമൊന്നും വേണ്ട, എരിവും പുളിയും ഉപ്പും മാത്രം മതി എന്നുണ്ടെങ്കിൽ
അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇവിടെ എൻ്റെ മക്കൾക്ക് ലേശം മധുരത്തിൽ വേണം അച്ചാർ, അങ്ങനെയാണ് ഇഷ്ടം. അന്നേരം അതുകൊണ്ടാണ് ഞാൻ ലേശം ഒരു അരാണി വെല്ലം ഇട്ടിട്ടുള്ളൂ, നോക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. യൂട്യൂബിൽ കണ്ടതിൽ പഞ്ചസാര ഇടുന്നുണ്ട് അവർ, വെല്ലത്തിന് വേണമെങ്കിൽ വെല്ലം ഇടാന്ന് പറയുന്നുണ്ട്. വേഗം ഉണ്ടാട്ടോ, ഇങ്ങനെ കടുകടുന്ന് കടിക്കുമ്പോൾ കേട്ടോ ഒരു രസം ഉണ്ടാവുക. അന്നേരം നമ്മളത് അച്ചാറിടാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. മാങ്ങ ഇഞ്ചി അച്ചാർ ഇത്രയും സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ, ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഞാൻ അറിയില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്. കുറച്ചിങ്ങനെ ഒരു ചാറ് പോലെ ഇരിക്കുന്നത് ഒന്ന് കൊഴുപ്പാവും കേട്ടോ, നമ്മൾ ബെല്ലൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് തിക്കാവും. പിന്നെ ഇവിടെ ഇത്തിരി ചാറിൽ വേണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഈ കഷ്ണം മാത്രം ഒരുക്കൊണ്ടേ നാളെ ഒരു ദിവസത്തേക്ക് സ്കൂളിൽ കൊണ്ടുപോകാണ്ടാവുള്ളൂ. അവിടെ ലേശം ഒരു ഗ്രേവി ആക്കിയാണ്, ബെല്ലം ഒന്ന് ഉരുകി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് തിക്കാവും കേട്ടോ. അന്നേരം നമ്മളെ വീഡിയോ, ഇന്നത്തെ അച്ചാറിൻ്റെ വീഡിയോ പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇട്ടിട്ട് കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അന്നേരം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഓക്കെ ബൈ.